ഇഷ്ടം മദീന എന്നിഷ്കം മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന ഇഷ്ടം മദീന എന്നിഷ്കം മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കരിവേഗം മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കരിവേഗം മദീന ഇഷ്ടം മദീന എന്നിഷ്കം മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന തിരുദൂരെ കാണാത്ത കണ്ണെന്തിനാ ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുദൂരെ കാണാത്ത കണ്ണെന്തിനാ ആസ്വരം കേൾക്കാത്ത കാതെന്തിനാ തിരുപാദമേറ്റ വൻതരിയാവാ കഴിയാത്തവരെന്തൊരു ഹതഭാഗ്യനാ കഴിയാത്തവരെന്തൊരു ഹതഭാഗ്യനാ കാണാൻ കൊതിയേറെ അസയേറും നുണ്ടേറെ കാണാൻ കൊതിയേറെ അസയേറും നുണ്ടേറെ ഇഷ്ടം മദീന എന്നിഷ്കം മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കരിവേഗം മദീന മോഹം മദീന മെഹബൂബിൻ മദീന അനുരാഗം മദീന കരിവേഗം മദീന ഇഷ്ടം മദീന എന്നിഷ്കം മദീന കൽബിൽ മദീന ഒന്നു കാണാൻ മദീന വേദിയിൽ ഭക്ഷണവും പണ്ഡിത ബന്ധുക്കളെ സാധുമാരെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരായ സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ അല്ലാഹു അവന്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം ഓമശ്ശേരി ഈ പ്രദേശത്ത് ഈ മദ്രസയുടെ കീഴിൽ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ അവസാന ദിവസമായി ഇന്ന് ഈ പ്രദേശ നിവാസികളുമായി ഈ സമയം ചില അല്പം കാര്യങ്ങൾ സംവദിക്കാൻ തൗഫീഖ് നൽകിയ രാജാതിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. വലിയൊരു ആമുഖ പ്രഭാഷണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമുക്കറിയാം സമയം കുറവാണ്. ഇവിടെ തങ്ങളുടെ വിവാഹം നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. പ്രത്യേകമായൊരു വിഷയം നിങ്ങൾ ഇവർ നൽകിയിട്ടില്ലെങ്കിലും നന്ദിയുള്ള അടിമ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ജീവിതം മനുഷ്യൻ അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് തീവ്രവാദവും ഭീകരവാദവും
ബന്ധുക്കളിൽ സമാധാനമില്ല, ആർക്കും സമാധാനമില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഒരുപാട് രോഗങ്ങൾ നാം ജീവിതത്തിലേക്ക് വരവേൽക്കുന്നു. ക്യാൻസർ, ട്യൂമർ തുടങ്ങിയ മാരകമായ രോഗങ്ങൾ ചിലരെ ചിലർക്ക് അമ്മാവ് നൽകുന്നു. അമ്മാവ് നമ്മെ കാക്കുമാറാകട്ടെ. ചിലർക്ക് അമ്മാവ് ഒരുപാട് സമ്പത്ത് അമ്മാവ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ സമ്പത്ത് എങ്ങനെ ജീവിതത്തിൽ വിനിയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള ചിന്ത മനുഷ്യന്റെ ബുദ്ധിയിൽ മനുഷ്യന് കടന്നു വരുന്നു. നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു ഒരുപാട് അനുഗ്രഹമായിട്ടാണ് ജീവിതം നമുക്ക് നൽകിയത്. നമ്മുടെ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. നമ്മൾ നോക്കണം, ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് 1 കോടിയോളം ലക്ഷത്തിൽ പരം ബീജങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ബീജങ്ങളെ തട്ടി മാറ്റിയിട്ട് നാം ചെല്ലുമ്പോ, ഞാൻ ചെല്ലുമ്പോൾ, നിങ്ങൾ ചെല്ലുമ്പോ ആ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഈ 1 ലക്ഷത്തിൽ പരം ബീജങ്ങളിൽ നിന്ന് അല്ലാഹു ഏകമായിട്ട് തിരഞ്ഞെടുത്തത് എന്നെയും നിങ്ങളെയുമാണ്. ആലോചിച്ച് നോക്കൂ, എത്ര അധികം ബീജങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിന് നമ്മെ സൃഷ്ടിക്കണമെന്നില്ലായിരുന്നു. പക്ഷേ അല്ലാഹു അതിൽ നിന്ന് തിരഞ്ഞെടുത്തു. നിനക്ക് അനുഗ്രഹമായിട്ട് നിനക്കേറെ സൽക്രമങ്ങൾ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട്, റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ജീവിക്കാൻ ഒരു ജീവിതം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒട്ടനവധി എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. കുടുംബം ഒത്തുകിന്ന് നാം സുഖമായി കഴിയുന്നു. സന്താനങ്ങളുണ്ട്, മക്കളുണ്ട്. അവരുടെ ചിരികൾ കണ്ടുകൊണ്ട് നാം ചിരിച്ചുകൊണ്ട് അവരോട് കുശലം പറഞ്ഞുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ അയൽവാസികളോടൊത്ത് ബന്ധം ചേർത്തുകൊണ്ട്, കുടുംബബന്ധം ചേർത്തുകൊണ്ട് ജീവിതത്തിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണം വരുന്നത്. എന്തേ കാരണം? എന്റെ മുമ്പിലെ നാം മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ അല്ലാഹു നൽകിയ ഈ ജീവിതത്തിൽ നാം അല്ലാഹുവിനെ മറക്കുന്നു, സൃഷ്ടാവിനെ മറക്കുന്നു. ഈ ലോകത്തെയും അതിലെ ഒരുപാട് നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളെയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നിന്ന് നാം മാറ്റിവെച്ചുകൊണ്ട് ഒരുപാട് ചിന്തകൾ നാം നമ്മുടെ ബുദ്ധിയിൽ ഉദിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ റബ്ബിനെ മറക്കല്ല മുമ്പിനെ. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. സൃഷ്ടാവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അധികം സൗഭാഗ്യമായിട്ട് ഈ കുടുംബത്തെയും നിനക്ക് ബന്ധപ്പെട്ടവരെയും ജീവിതത്തെയും അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടത് അല്ലാഹുവിനോട് ശുക്ർ ചെയ്യലാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക, നിസ്കരിക്കുക, സ്വലാത്തുകൾ ചൊല്ലുക, നിരവധി സ്വലാത്തിന്റെ ആത്മീയമായ മജ്‌ലിസിൽ പങ്കെടുക്കുക. എന്നിട്ട് നാം അല്ലാഹുവിനോട് പറഞ്ഞ് തന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കുക, റബ്ബേ എനിക്ക് ഒരുപാട് രോഗങ്ങൾ നീ നൽകിയില്ലേ, റബ്ബേ നീ തന്നതാണ്, നീ തന്നെ അത് മാറ്റിത്തരണമെന്ന്. എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് നീ മാറ്റിത്തരണമെന്ന് രാജാതിരാജനായ തമ്പുരാനോട് ചോദിക്കണമെന്ന് മനുഷ്യ. എന്റെ പ്രിയമുള്ളവരെ, റബ്ബിനോട് നാം ചോദിക്കേണ്ടതുണ്ട്. റബ്ബിനോടൊന്ന് അഞ്ചുനേരമൊന്ന് നിസ്കരിച്ചിട്ട് കരങ്ങൾ നീട്ടിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കില്ല, അല്ലാഹു രോഗങ്ങളെ മാറ്റാതിരിക്കില്ല, അല്ലാഹു പ്രയാസങ്ങളെ മാറ്റാതിരിക്കില്ല. പക്ഷെ മുമ്പിനെ അഞ്ചുനേരം പള്ളിയിലേക്ക് കടന്നു നിന്നിട്ട് നിസ്കരിച്ചിട്ട് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് റബ്ബിനോടൊന്ന് ചോദിച്ചാൽ
കുറിച്ചിട്ട് ഒരു ചിന്ത നാം ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനാ ഒരു കുറവ്? നമുക്ക് ഒരു കുറവുമില്ല ജീവിതത്തിൽ. എന്തിനും വാഹനം ഓടിക്കാൻ അല്ലാഹു കൈകൾ നൽകിയിട്ടുണ്ട്, കാലുകൾ നൽകിയിട്ടുണ്ട്, ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേടുന്നത് പടച്ചോനെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വലിയ സമ്പന്നനാണല്ലോ, എന്റെ വീടിന്റെ അടുത്ത് ഉള്ളവര് ഒരു മുതലാളിയാണല്ലോ, എനിക്കെന്തേ എനിക്കെന്തേ സമ്പത്ത് നൽകാത്തത്, എനിക്കെന്തേ അല്ലാഹു സമ്പത്ത് കടലിലേക്കാക്കുക എന്ന് കരഞ്ഞ് റബ്ബിനോട് പറയലല്ല, റബ്ബിനോട് പറഞ്ഞിട്ട് കൈകൾ നീട്ടലല്ല. പിന്നെ ഈ അനുഗ്രഹങ്ങളില്ലാത്ത അല്ലാഹു കൈകൾ നൽകി, എനിക്ക് അല്ലാഹു കണ്ണുകൾ നൽകിയേ ഈ പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ കാണാൻ അല്ലാഹു എനിക്ക് കണ്ണുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ എത്രയോ പേരെ കണ്ണില്ലാതെ തന്റെ കൈകൾ നീട്ടിയിട്ട് യാചിക്കുന്നവരില്ലേ? ഇതാണ് നാം ചിന്തിക്കേണ്ടത്. കുറച്ച് പണമേ കുറച്ച് സമ്പത്തേ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിലോ ഈ സമ്പത്തില്ലാത്ത എത്രയോ പേരിലെ എത്രയോ പേരിലെ നിങ്ങൾ വിചാരിക്കട്ടെ, സമ്പത്ത് നിങ്ങൾക്ക് അല്ലാഹു കൈ നൽകി ഐശ്വര്യമാക്കി തന്നു അല്ലാഹു. എന്നാൽ സമ്പത്ത് ഒരുപാടുണ്ടെങ്കിലും മുമ്പിലേ റബ്ബിന്റെ പ്രീതിയിലായിട്ട്, അല്ലാഹുവിന്റെ പ്രീതിയിലായിട്ട്, പിതാവിന്റെ പ്രീതിയിലായിട്ട് ചിലവഴിക്കാനാണ് നമുക്ക് ഉത്തമം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് സ്വതകതിയാണെന്ന് നമുക്ക് തയ്യാറില്ല, സംഭാവന നൽകാൻ നമുക്ക് തയ്യാറില്ല. റമദാൻ മാസം പ്രഥമാസം കടന്നു വന്നാൽ സകാത്ത് പോലും കൊടുക്കാൻ പഠിക്കുന്ന മുഅ്മിനേ, അല്ലാഹു നൽകിയ ഐശ്വര്യമായി സമ്പത്തില്ലേ അത് അല്ലാഹു എടുത്തു കളയുന്നതാണ്. റബ്ബ് കാക്കട്ടെ. അല്ലാഹു സമ്പത്തിൽ ഐശ്വര്യം നൽകുമാറാകട്ടെ. ആലോചിച്ച് നോക്കൂ ഇന്നത്തെ അവസ്ഥ. ഈ മുതലാളിമാരൊക്കെ വലിയ വീടുകൾ കെട്ടിയിട്ട് ഒരു മാളികകൾ കെട്ടിയിട്ട് വീട്ടുകൂടലും അത് മാത്രമല്ല തന്റെ മകളുടെയും മക്കളുടെയും കല്യാണത്തിലവരെ വലിയ ആഡംബരമാണ്. വലിയ ആഡംബരം എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരം തന്നെ. നമ്മൾ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒരു വാർത്ത വന്നിരുന്നു. കാസർഗോഡ് സ്വദേശികളുടെ മകളുടെ വിവാഹം കഴിച്ചത് 2000 പവൻ. ആലോചിച്ച് നോക്കണം. അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടാകും. അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് അല്ലാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ചിലവഴിച്ചാൽ ഒരുപാട് അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ അടുക്കൽ 100 അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലുണ്ടെങ്കിൽ ഒരു അനുഗ്രഹമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ഞാൻ ആ അനുഗ്രഹം വെച്ചിട്ട് റബ്ബിലേക്ക് നാം സ്തുതിച്ചാൽ, അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ റബ്ബ് പിന്നെയും നമുക്ക് തരും. നാം ആലോചിച്ച് നോക്കേണ്ടത് ഒരുപാട് മുതലാളിമാര്. ആലോചിച്ച് നോക്കൂ, ഇന്ന് ഒരു വീടിന്റെ അടുത്തൊരു യാചകൻ വന്നുകൊണ്ട് കൈ നീട്ടിയാൽ പോലും ആ യാചകനെ പോലും പറഞ്ഞയക്കുന്ന ഒരു അവസ്ഥ. ഇത് നാം ഈ സമൂഹം, ഈ മുസ്ലിം സമൂഹം ഇത്തരം അധപ്പതനത്തിലേക്ക് കടന്നുപോയി. ഒരുപാട് മുതലാളിമാര്, ഒരുപാട് പണമുള്ള ആളുകൾ, യൂസുഫലിയെ പോലാത്ത ഒരുപാട് പണമുള്ള ആളുകളാ. എന്തേ യൂസുഫലിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് നൽകിയിട്ടുണ്ട്, ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ട്. നമ്മളും കരഞ്ഞു പറയാറുണ്ടാവാം, റബ്ബേ എന്നെ യൂസുഫലിയെ കാത്തുക. അല്ലാഹു ഉദ്ദേശിച്ചോ യൂസുഫലിക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ യൂസുഫലി അല്ലാഹുവിന്റെ പ്രീതിയിലായിട്ട്, പിതാവിന്റെ പ്രീതിയിലായിട്ട് ചിലവഴിക്കുമ്പോ ദീനിന് വേണ്ടിയിട്ട്, അതല്ലാതെ നാട്ടിലൂടെ അഹങ്കരിച്ച് നടക്കലല്ല, അതല്ലാതെ നാട്ടിലൂടെ അഹങ്കരിച്ച് നടക്കലല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു ഒരുപാട് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ പ്രീതിയിലാണ്, അല്ലാഹുവിന്റെ പ്രീതിയിലാണ് നാം ചിലവഴിക്കേണ്ടത്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനൊക്കെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. വല്ല വേളയിലേക്ക് വന്നാലും വല്ല ആളുകളും പണം ചോദിക്കുകയാണെങ്കിൽ പേരിന് വേണ്ടിയിട്ടല്ല പണം കൊടുക്കേണ്ടത്, തന്റെ പേര് പറയാനല്ല പണം കൊടുക്കേണ്ടത്, തന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല പണം കൊടുക്കേണ്ടത്, തന്റെ ബഹുമാനത്തിന് തന്നോടുള്ള ബഹുമാനത്തിന് വേണ്ടിയിട്ടല്ല
നമ്മുടെ സംഘാടകരും നമ്മുടെ പ്രവർത്തകരും നിങ്ങളുടെ അടുക്കിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് നല്ലൊരു സംഭാവന, നല്ലൊരു സദഖ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ അതിലേക്ക് നൽകുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ സംഭാവന അല്ലാഹു നമ്മുടെ സദഖ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ സദഖയുടെ ഫളിൽ കൊണ്ട് അതിന്റെ പ്രതിഫലം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ റബ്ബ് അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വിശാലമാക്കട്ടെ. അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗ്ഗപൂമ്പാക്കട്ടെ. പറയും നമ്മുടെ ജീവിതത്തിൽ ഒരു കടിഞ്ഞാണ്, അത് ആമീനാണ്. ജീവിതത്തിൽ ദുആണ് നമുക്ക് വേണ്ടത്. എന്ത് പ്രശ്നം, എന്ത് പ്രയാസം വന്നാലും അല്ലാഹുവിനോട് നാം പറയണം. ആരുടെ ദുആണ് സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ അറിയില്ല, അത് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഉറക്കാമേ പറയും. ഇത്രയും ജനങ്ങളുണ്ടാകിയിട്ട് ഇത്രയും സൗണ്ടുള്ളൂ, ഇത്രയും ശബ്ദമുള്ളൂ. തണുപ്പൊക്കെയാണോ വയറിലാണോ തണുപ്പും? എനിക്കൊക്കെയാണ് ശരിക്കും സൗണ്ട് പോകുന്നത്. നമുക്ക് ആയുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മനുഷ്യ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ മുമ്പിലേക്കുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതം എന്ന് പറയുന്നത് മുൻഗാമികളായ മഹത്തുക്കളായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന, സഹാബാക്കൾ കാണിച്ചു തന്ന, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കാണിച്ചു തന്ന പാത, ആ മുത്തഖീങ്ങളുടെ പാത ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അതാണ് നമുക്ക് ഹൈറ്. അതല്ലാതെ ചിന്തയിലേക്ക് പോകല്ലേ, ചിന്തയിലേക്ക് പോകല്ലേ. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും അധികരിച്ചു വരുമ്പോൾ അശ്ലീലമായ ചിത്രങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗപ്പെടുത്തുമ്പോ ചെറുപ്പക്കാരാ ചിന്തിക്കണോ? അല്ലാഹു കാണുന്നില്ലേ? സിട്ടാവ് കാണുന്നില്ലേ? മാത്രമാണോ? ഇത് മാത്രമല്ലല്ലോ, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു വനിത ആരുമായി കൊള്ളട്ടെ, അവർ വിചരിക്കാൻ പോകുമ്പോ ആരാരും കാണുന്നില്ലല്ലോ. പക്ഷേ പണച്ചിറപ്പ് കാണുന്നുണ്ട്, അല്ലാഹു ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാ നിങ്ങൾക്ക് എന്താണോ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഒഴിവാക്കുക. ഈ ഹൃദയത്തിൽ കൂടിയിരിക്കുന്ന കരകളെ വലിച്ചെറിയുക, അതിനെ നമ്മൾ തുടച്ചു നീക്കുക. കുറച്ച് സമയം വേണമെങ്കിലോ റബ്ബിനോടൊന്ന് കരഞ്ഞ് കരഞ്ഞ് തൗബയിലായിക്കൊണ്ട് റബ്ബിനോട് പറഞ്ഞാൽ റബ്ബെല്ലാം മാറ്റിത്തരുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. തളരരുത് എന്റെ മുമ്പിലെ, തളരാൻ പാടില്ല. എന്ത് രോഗം വന്നാലും, ചെറിയ തലവേദന വന്നാലും നിസ്കാരം നമ്മൾ നിസ്കരിക്കേണ്ടതുണ്ട്, സ്വലാത്ത് നാം ചൊല്ലേണ്ടതുണ്ട്. അതിന്റെ പേരില് റബ്ബിനെ മറക്കല്ലേ, സിത്താവിനെ മറക്കല്ലേ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അയ്യൂബ് നബിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഏറെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യമാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് റബ്ബിനെ ഓർത്തിട്ട് ജീവിക്കുന്നവരായിരുന്നു, മഹാനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പക്ഷേ ഇബ്ലീസിന് ഇത് സഹിക്കുന്നില്ല. ഇബ്ലീസിന് വല്ലാത്ത കോപമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട്. എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഈമാനികമായ ചിന്ത, റബ്ബിനോടുള്ള ഭയം, അത് മാറ്റിക്കൊടുക്കേണ്ടതുണ്ട്, അത് മാറ്റേണ്ടതുണ്ട്. എന്നാലേ ഇവര് ഈ ഹൃദയ
ഒരു ചെറുപ്പക്കാരന്റെ വേഷത്തില് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നു. അല്ല അയ്യൂബ് നബിയെ, താങ്കൾ അല്ലാഹുവിന്റെ മുസ്ലിങ്ങളിൽ പെട്ടവരാണല്ലോ, അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പെട്ടവരാണല്ലോ. പിന്നെ എന്തേ നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകി? പിന്നെ അല്ലാഹു ആ സമ്പത്ത് കരിച്ചു കളഞ്ഞില്ലേ എന്ന് ഇബ്ലീസ് ഒരു ചെറുപ്പക്കാരന്റെ വേഷത്തിൽ വന്നിട്ട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ അവിടുന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാണ്, റബ്ബ് തന്നതാണ് സമ്പത്ത്, അത് റബ്ബതാ തിരിച്ചെടുത്തു. ഒരു കോട്ടം സംഭവിക്കേണ്ടതുണ്ട്. ജീവിതത്തില് ഈ അല്ലാഹുവിനെ ആരാധിക്കുന്ന അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരോട് ഇബ്ലീസിന് ദേഷ്യമാണ്, കോപമാണ്. ഇബ്ലീസ് വന്നില്ലേ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നില്ലേ? എന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നതോ അവിടുത്തെ മക്കളെ കൊന്നുകളഞ്ഞു. മക്കൾ മരിച്ചു, വീടും അവിടുന്ന് തകർന്നു വീണു. അങ്ങനെ ഇബ്ലീസ് ചെറുപ്പക്കാരന്റെ വേഷത്തിൽ വരികയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞല്ലോ, അയ്യൂബ് നബി അലൈഹിസ്സലാമേ, നിങ്ങൾ അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പെട്ടവരല്ലേ? പിന്നല്ലേ അല്ലാഹു നിങ്ങൾക്ക് ഏറെ കാരണമായിട്ട് സന്താനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ, കുട്ടികൾ അല്ലാഹു നൽകിയിട്ടുണ്ടല്ലോ, മക്കളെ നൽകിയിട്ടുണ്ടല്ലോ. പക്ഷേ അല്ലാഹു മക്കളെ നൽകിയിട്ടുണ്ടെങ്കിലോ ആ മക്കളെ അല്ലാഹു കൊന്നു വളർത്തില്ലേ എന്ന് സാക്ഷാൽ ഇബ്ലീസ് അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ചോദിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, അല്ലാഹു നൽകി, അല്ലാഹു തിരിച്ചെടുത്തു. സുബ്ഹാനല്ലാഹ്, ഈമാനിനൊരു കോട്ടവും സംഭവിച്ചില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സ് പതറിയില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അല്ലാഹുവിനോടുള്ള ഭയം അത് തകർന്നു വീണില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടോ സാക്ഷാൽ ഇബ്ലീസ് അടങ്ങിയില്ല അവന്റെ കോപം, അടങ്ങിയില്ല അവന്റെ ദേഷ്യം. എന്നിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് കയറിയിട്ട് ഒരു രോഗം വരികയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വന്നതോ തന്റെ കൈകാലുകളതാ നശിച്ചു പോവുകയാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചില്ല, സൃഷ്ടാവിനെ
എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ചില ദിനാറുകൾ, ചില ദിർഹമുകൾ, ചില നാണയങ്ങൾ എടുത്തിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് പരിചരിക്കുന്ന ഭാര്യ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി, കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനൊരു കോട്ടം സംഭവിച്ചില്ല. അല്ലാഹുവിനോടുള്ള ഒരു ഭയം അവിടുന്ന് പകർന്നു വീടില്ല. അല്ലാഹുവിനെ കുറിച്ചിട്ട് എപ്പോഴും ചിന്തയാണ്, എപ്പോഴും ചിന്തയാണ്. തന്റെ രോഗം വന്നിട്ട് റബ്ബിനെ പറഞ്ഞില്ല, റബ്ബിനോട് പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ തന്റെ ഭാര്യ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ചെല്ലുകയാണ്. പണി എവിടെയും കിട്ടുന്നില്ല, ജോലി എവിടെയും കിട്ടുന്നില്ല, ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ വിളിക്കുമ്പോ ഒരു വനിതയെ കാണുകയാണ്, ഒരു സഹോദരിയെ കാണുകയാണ്. എന്നാലോ സഹോദരിയോട് ചോദിച്ചോ, ആ സഹോദരി പറഞ്ഞു, ഞാൻ ജോലിയല്ല, പണം നൽകാം, പക്ഷേ എന്റെ അടുക്കലുള്ള ഒരു സാധനം എനിക്ക് വേണമെന്ന് ഒരു സഹോദരി ഇവിടുന്ന് പറയുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിടുന്ന് ചോദിക്കുന്നു, എന്താണ് സഹോദരി? എന്തായാലും പറഞ്ഞുകൊള്ളൂ. എന്റെ ഭർത്താവ് പട്ടിണി കിടക്കാൻ പാടില്ല, എന്റെ ഭർത്താവ് പട്ടിണി കിടക്കാൻ പാടില്ല. ഭർത്താവിനെ പരിചരിക്കൽ എന്റെ കടമയാണ്. എന്റെ സഹോദരി എന്തായാലും പറഞ്ഞുകൊള്ളുക. എന്നാൽ സഹോദരി ഇവിടുന്ന് പറഞ്ഞു, എന്റെ ഈ മുടിയെന്ന് എനിക്ക് മുറിച്ചു നൽകുമോ? തന്റെ ഉണ്ടായിരുന്ന മുടിയതോ, അഴകാർന്ന മുടിയതോ, കാത്തു സൂക്ഷിച്ച മുടിയതോ അതെടുത്തിട്ട് മുറിച്ചു മാറ്റുകയാണ്, സഹോദരിക്ക് നൽകുകയാണ്. ആ നാണയം എടുത്തുകൊണ്ട് പോകുകയാണ്, ഭക്ഷണം വാങ്ങുകയാണ്. അയ്യൂബ് നബിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നതിന് മുമ്പേ സാക്ഷാൽ ഇബ്ലീസ് ചെന്നില്ലേ, അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്ല അയ്യൂബേ, തന്റെ ഭാര്യയില്ലേ, താൻ എത്ര കാലങ്ങളോളം വിശ്വസിച്ച് തന്റെ കൂടെ കൂട്ടുന്ന തന്റെ ഭാര്യ, തന്റെ പ്രിയപത്നി, അവരിതാ വേശ്യയിൽ പെട്ടുപോയിരിക്കുന്നു, അവർ മുടി മുറിച്ചിരിക്കുന്നു, വേശ്യയിൽ പെട്ടുപോയി എന്നവിടുന്ന് പറയുന്നു. എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ ഭാര്യ കടന്നു വരുമ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യയെ ആട്ടി ഓടിക്കാൻ നോക്കി. പക്ഷേ ഭാര്യ പരിചരിക്കുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് എല്ലാ കാര്യവും പറയുകയാണ്. അവിടെ ഇബ്ലീസ് നാണം കെട്ട്, ഇബ്ലീസ് നിരാശനായിട്ട് മടങ്ങിപ്പോവുകയാണ്. രോഗമിങ്ങനെ കൂടിക്കൂടി വരികയാണ്. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചില്ല, ശിത്താവിനെ വിളിച്ചില്ല, ഇവനെ വിളിച്ചില്ല. രോഗം ഇങ്ങനെ കൂടിക്കൂടി വന്നിട്ട് നാവിലേക്ക് എത്തുകയാണ്. അപ്പൊ അല്ലാഹുവിനെ വിളിച്ചു, റബ്ബേ, നിന്റെ പേര് ഉച്ചരിക്കുന്ന, നിന്റെ നാമം ഉച്ചരിക്കുന്ന ഈ നാവിനെ രോഗം വരുത്തല്ല അല്ലാ എന്ന് പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അയ്യൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അയ്യൂബ്, നിങ്ങൾക്ക് ഈ രോഗം മാറണം, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട്
കിട്ടിയത് എങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുക? ഇത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയില്ലേ? ഈ രോഗം മാത്രമല്ലേ ഉള്ളൂ, വേറെ അള്ളാഹു നൽകിയിട്ടില്ലല്ലോ. എന്താ റബ്ബിനെ കുറിച്ചിട്ട് സിട്ടാവിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം. ഓർത്തു നോക്കൂ നിങ്ങൾ, നമുക്കാണെ രോഗം വന്നാൽ, നമുക്കൊരു അസുഖം വന്നാൽ, ചെറിയൊരു തലവേദന വന്നാൽ അള്ളാഹുവിനെ വിളിക്കാതെ മനുഷ്യന്മാരില്ലല്ലോ. ആലോചിച്ച് നോക്കൂ, നമുക്കൊരു പണി വന്നാൽ അള്ളാഹുവിനെ നാം വിളിക്കാറില്ലേ? അപ്പം നിസ്കാരമാണ്, പിന്നെ സ്വലാത്താണ്, പിന്നെ റബ്ബിനോട് ചോദിക്കുകയാണ്. ഇതിനു മുൻപേ ഈ മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തയില്ല, നമുക്ക് ചിന്തയില്ല, സിത്താറിനെ കുറിച്ചിട്ട് ഒരു ചിന്ത അവരില്ല. പക്ഷെ രോഗം വന്നു കഴിഞ്ഞു, പിന്നെ രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള വെപ്രാണം, വേവലാതി, ആവലാതി എന്നൊക്കെ പറയും. എന്നിട്ട് അവർ അമ്മാനെ വിളിച്ചിട്ട് കരഞ്ഞാണ്, വല്ലാത്ത കരച്ചിൽ, കണ്ണുനീരൊന്നു കാണണം. ഇതിനു മുമ്പൊന്നും അമ്മാനെ വിളിച്ചിട്ടോ കരഞ്ഞിട്ടില്ല. എപ്പോഴുള്ളവരുണ്ട്, ഉമ്മമാര് കരയാറുണ്ട്, ഉമ്മമാര് കരയാറുണ്ട്. അള്ളാഹ് ഓർത്തിട്ടല്ലുണ്ട്, അള്ളാഹുവിനെ ഓർത്തിട്ടല്ല നമ്മുടെ ഉമ്മമാര് കരയാറ്. റബ്ബിനെ കുറിച്ചിട്ടല്ല, അള്ളാഹുവിനെ കുറിച്ചിട്ട് ചിന്തിച്ചു കൊണ്ടല്ല എന്റെ ഉമ്മമാര് കരയാറ്, എന്റെ ഉപ്പമാര് കരയാറ്. നോക്കൂ, ഉമ്മയെ കുറിച്ചിട്ട് നമുക്ക് കരയാം, ചിന്തിച്ചു കൊണ്ടിട്ട് തന്റെ കണ്ണിൽ നിന്ന് കണ്ണീരെടുപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് കണ്ണിൽ നിന്ന് ഒരു കണ്ണീർ തുള്ളി പോലും സിത്താറിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. എല്ലാം കാഫിരീങ്ങളെ കണ്ടുകൊണ്ട് അവരുടെ വേദനാദി അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയണേ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ടോ അയ്യൂബേ, താങ്കളൊന്ന് എഴുന്നേൽക്കണം. അല്ല ജിബ്രീലേ, എനിക്ക് സുഖമില്ല. അയ്യോ അയ്യൂബേ, എന്റെ കാലുകൾ അടിക്കാൻ, തന്റെ കാലുകൾക്ക് അടിക്കാൻ പറഞ്ഞപ്പോഴോ അവിടുന്ന് വെള്ളം വരികയാണ്, വെള്ളം ഉറവപ്പെട്ടുകയാണ്. ഇടവിങ്ങളോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടെ കുളിക്കുകയാണ്. ആ ജനതന്റെ ശരീരം മാറുന്നു. എന്നിട്ടോ അവിടുന്ന് രോഗം മാറുകയാണ്. കുഷ്ഠരോഗമില്ല, സുഖമില്ലാണ്. ഒരു യുവാവായി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം ഭാര്യ വന്നിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഭാര്യപ്പോ ആലോചിച്ചു, ആരാണ് ഈ ഉമ്മത്താരാണുള്ളത്? ആരാണുള്ളത്? അയ്യൂബ് നബി ഉള്ളിലല്ലേ, പിന്നെ ഏതാണ്? പുരുഷനല്ല. ഭാര്യ വല്ലാതെ ഞെട്ടിപ്പോയി. ഭാര്യ ചെന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല പ്രിയ ഭഗ്നി, ഞാനാണ് നിന്റെ ഭർത്താവ് അയ്യൂബ്. ഭാര്യയ്ക്ക് വിശ്വാസം വരുന്നില്ല. പടച്ചോനെ, ഇന്നലെ കണ്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പല്ലേ ഞാൻ കണ്ടത്, എന്തൊരു മാറ്റം വന്നത്. ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭാര്യയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അയ്യൂബ് നബി അലൈഹിസ്സലാം തന്റെ ജിബ്രീൽ വന്ന കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഈ ചരിത്രത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ കഥയിൽ നാം മനസ്സിലാക്കേണ്ടത്, റബ്ബിനെ കുറിച്ചിട്ട് അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് കമ്പി കാണിച്ചില്ലേ, കമ്പികേട് കാണിച്ചില്ല. അല്ലാഹുവിനോട് മുന്നിൽ കാണിച്ചു, റബ്ബിനെ കുറിച്ച് ഓർത്തു, സിത്താറിനെ കുറിച്ച് ഓർത്തു. അതുകൊണ്ട് മക്കളെ, ജീവിതത്തിൽ നാം റബ്ബിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത, സിത്താറിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത നാം കൊണ്ടുവരേണ്ടതുണ്ട്. റബ്ബ് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെ നമുക്ക് ചിന്ത വരാം? നമുക്ക് ഒരുപാട് നൊമ്പരങ്ങളും ഒരുപാട് വേവലാതികൾ കണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, നാട്ടിലിറങ്ങിയാൽ പ്രശ്നമാണ്, വീട്ടിൽ കയറിയാൽ പ്രശ്നമാണ്, കുടുംബത്തിലെ പ്രശ്നമാണ്, സമാധാനമില്ല, അയൽവാസികളുമായിട്ട് വല്ലാത്ത പ്രശ്നമാണ്. ആലോചിച്ച് നോക്കൂ, അയൽവാസികളുമായിട്ട് പ്രശ്നമാണ്, എവിടെയും പ്രശ്നമാണ്. ഇതൊരു മനസ്സിനൊരു ശാന്തി, മനസ്സിനൊരു സമാധാനം ഇല്ലാതെ പോകുമ്പോ ഈ മനസ്സിന് സമാധാനം
ചോദിക്കണം ഉസ്താദ് എന്ത് മനസ്സമാധാനമാണ് ചൊല്ലണ്ടല്ലോ നമുക്ക് തോപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സമാധാനമില്ല, എനിക്ക് മനസ്സമാധാനമില്ല. എന്തേ ഈ കാലഘട്ടത്തിന്റെ പോക്കാണ്, ഈ നൂറ്റാണ്ടിന്റെ പോക്കാണ്, ഈ 21ാം നൂറ്റാണ്ടിന്റേതാണ്. നാട്ടിലിറങ്ങിയാൽ പട്ടണത്തിലിറങ്ങിയാൽ എല്ലാ പെണ്ണും മുമ്പിലൂടെ പോകുമ്പോ, എല്ലാ പെൺമക്കളും മുമ്പിലൂടെ പോകുമ്പോ ആ പള്ളിയെ കാണുമ്പോ മാത്രമല്ല പട്ടണങ്ങളിൽ അനാചാരങ്ങൾ വന്നു ചേർന്നപ്പോൾ അതിലൂടെ ഞാൻ കൂട്ടപ്പെട്ടു, അതിലൂടെ ഞാൻ കൂടിച്ചേർന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ, റബ്ബ് കാക്കുമാറാകട്ടെ. ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നു, ദുനിയാവിനെ ആഗ്രഹിച്ചിട്ട്, ദുനിയാവിനെ മോഹിച്ചുകൊണ്ട്. ആർക്കും ഇപ്പൊ ചിന്തയില്ല, ദുനിയാവിന് പോകേണ്ടവരാണ്. എനിക്ക് പോകണം, നിങ്ങൾക്ക് പോകണം. ആരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ ബാക്കി വെക്കുകയില്ല. അല്ലാഹു നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ, അല്ലാഹു ആരോഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞുകൊണ്ട്, ഈ ദുനിയാവിനോട് ഗുണം പറഞ്ഞുകൊണ്ട് പോകേണ്ടവരാണ്. ഇവിടെ ഒന്നും, ഇവിടെ കൃഷി നടത്തണം, ഇവിടെ നന്മ നാം കൊയ്യണം. എന്നിട്ട് പോയാൽ പരസ്യമായ ജീവിതത്തിൽ നമുക്ക് നേട്ടമാണ്, മനസ്സമായി നമുക്ക് നേട്ടമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ജീവിച്ച പ്രവാചകനാണല്ലോ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയോട് ചോദിച്ചില്ലേ, ഒരുപാട് കാലം ജീവിച്ച പ്രവാചകരെ, താങ്കൾക്ക് അറിയാം ദുനിയാവിലെ അതിന്റെ സുഖങ്ങളെ അനുഭവപ്പെട്ടത്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് അനുഭവപ്പെട്ടത് അങ്ങനെയാണല്ലോ. ഒരു കുടില്, ചുറ്റുമതിലുള്ള ഒരു കുടില്, ആ വീട്ടിലായിരുന്നു ഞാൻ, ആ വീട്ടിൽ അടക്കപ്പെട്ടതുപോലെയായിരുന്നു ഞാൻ. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, എന്റെ സുഖങ്ങളെ കുറിച്ചിട്ട്, എന്റെ ദുനിയാവിനെ കുറിച്ചിട്ട് എന്റെ ആത്മാവിന്റെ മാലാഖ ചോദിക്കുമ്പോ നൂഹ് നബി അലൈഹിസ്സലാം ഇതുപോലെ പറയുകയാണെങ്കിൽ ദുരവസ്ഥയില്ല ജിന്ദഗി इंसान की है आनंद विश्रमा शाद पर देखा कोई चमचहाया उठ गया. उर्दू कवि मोड़ पड़ गया. जिंदगी इंसान की है आनंद विश्रमा शाद पर देखा कोई चमचहाया उठ गया. ഒരു ഉറുദു കവി മോട് പറയുകയാണ്, എന്തെന്ന് വെച്ചാൽ ആ പക്ഷിയതാ ഒരു മരച്ചില്ലയിലേക്ക് പറന്നു വരികയാണ്. ആ മരച്ചില്ലയില്ലേ, ആ മരക്കൊമ്പിലില്ലേ, ആ മരക്കൊമ്പിൽ പറന്നു വന്നിട്ട് അവിടെ ഇരിക്കുകയോ, എന്നിട്ട് പാട്ട് പാടിയിട്ട് തിരിച്ചു പോകുന്നത് പോലെയാണ് ഒരു മനുഷ്യന്റെ ദുനിയാവിലെ അവസ്ഥയെന്ന് ഒരു ഉറുദു കവി നമ്മെ വ്യക്തമാക്കുമ്പോൾ ചിന്തിക്കണേ മനുഷ്യ. സമയമില്ല മനുഷ്യ, സമയമില്ല പെങ്ങളെ, ദുനിയാവിലെ സമയമില്ല, ദുനിയാവിലെ മണിക്കൂറുകളില്ല. മാസം ഒരു ദിവസമായി മാറും, മണിക്കൂർ ഒരു മിനിറ്റ് പോലെ കടന്നു പോകുമ്പോ ചിന്തിക്കണേ, നന്മയില്ലാതെ പോകല്ലേ. ആത്മാവിലെ തിന്മ പേരിക്കൊണ്ട് നമുക്ക് ജീവിക്കണ്ട. അല്ലാഹു കാക്കുമാറാകട്ടെ, സിത്താവ് കാക്കുമാറാകട്ടെ. ഞാൻ ചിന്തിക്കേണ്ടത് ഇതേയുള്ളൂ. ഈ ദുനിയാവിലുണ്ടോ, ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടവരാണ്. ഇവിടെ വന്ന് സുഖങ്ങളൊക്കെ നമ്മൾ തേടി, എല്ലാം തേടി, ആഡംബരങ്ങളൊക്കെ നമ്മൾ തേടി, എല്ലാം നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ ഇവിടെ നേടി. പക്ഷേ നാളെ ഇന്നത്തേക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട്, ഈ സമയത്തിന് വേണ്ടിയിട്ട് നാം തേടി, നാളത്തേക്ക് വേണ്ടിയിട്ട് നാം തേടിയിട്ടില്ല. എന്റെ ഇന്ന് വീട്ടിലേക്ക് പോയിട്ട്, ആ വീടിന്റെ അകത്തളത്തിലേക്ക് പോയിട്ട് അവളൊന്ന് കടന്നിറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. അല്ലാഹു ആകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് നൽകുമാറാകട്ടെ.
ബാബു ആയുസ് നൽകട്ടെ. നാമു പറഞ്ഞാൽ അവളിനൊരു വിഷയമുണ്ട് അല്ലേ? നിങ്ങളോട് ഞാൻ വാങ്ങ പറയണം. നിങ്ങൾ ഇങ്ങോട്ടൊരു സപ്പോർട്ട് വേണ്ടേ? നിങ്ങൾ ഇങ്ങോട്ടൊരു സപ്പോർട്ട് വാങ്ങാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ഒരു ജോയിന്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ആമീൻ പറയുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ മലായികത്തുകൾ, അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങുന്ന ഈ സദസ്സിൽ അല്ലാഹുവിനോട് നാം തേടുമ്പോൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹു സ്വീകരിച്ചാൽ നമുക്ക് നേട്ടമാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിന് ഒരു അവസാനം കടന്നു വരേണ്ടതുണ്ട്. ജീവിതത്തിനൊരു അവസാനം കടന്നു വരേണ്ടതുണ്ട്. മുഹമ്മദ് സാലി എന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സാധോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ വെച്ച് സംഘാടകർ വെച്ച് കയറി മുഹമ്മദ് സാലി ഇന്നലെ വന്ന കുട്ടി ഇന്നലെ മരിച്ചു, നാളെ മയ്യത്തായെന്ന് ഇന്നലെ വിളിച്ചു പറയും. പറയാൻ പറ്റില്ല. ഞാനിവിടെ നിങ്ങളോട് പ്രസംഗം കഴിഞ്ഞ് ഇന്ന് പോയാൽ തന്നെ ചിലപ്പോൾ മയ്യത്താന്ന് ഉണ്ടാകൂ. ഐസ് നൽകട്ടെ, ആഫിയത്തുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇത്ര ആളുകൾ ഉറങ്ങിക്കിടന്നിട്ട് നാളെ എഴുന്നേൽക്കുമോ എന്നറിയില്ല. എത്രയോ ആളുകൾ കുറഞ്ഞു വീടില്ലേ, എത്രയോ ആളുകൾ അവിടുന്ന് വീടില്ലേ, അവിടുന്ന് മരിച്ചു പോയില്ലേ. മരണപ്പെട്ട ഈ സാഹിബിന്റെ മരണം ആലോചിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. കാര്യം എന്ത് തന്നെയായാലും ഒരു വലിയ പ്രായമുള്ള ആളായിരുന്നാലും അവിടെ നാം ആലോചിച്ചു നോക്കണം. നിയമസഭയിൽ നിന്ന് അവിടുന്ന് കുടഞ്ഞു വീണു. പിന്നെ അല്ലാഹുവിന്റെ ലോകത്തേക്ക്, മഹ്ശറിലേക്ക്, ബർസഖിയായ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. നേതാവ് ഈ അഹമ്മദ് സാഹിബ് കടന്നു ചെന്നു. ഒന്ന് ആലോചിച്ചു നോക്കണം. എത്രയോ ആളുകൾ കുടഞ്ഞു വീഴുന്നു. ഇവിടെ നമ്മുടെ മോഡി സർക്കാരോട് സാമ്പത്തിക പ്രശ്നം കിടക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശർറിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. അല്ലാഹുവിന്റെ ശർറിൽ നിന്ന് കാക്കട്ടെ. അല്ലാഹു ആ ശർറിൽ നിന്ന് കാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാലത്തോട് അവസാനിക്കുമ്പോൾ നേതാവോട് വരണം. നേതാവിന്റെ പണി ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഒരു സൂചനയാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇവരുടെ മരണം ഗാന്ധിജി ഉദാഹരണമായി പറയട്ടെ. മഹാത്മാഗാന്ധി അവിടുന്ന് പറഞ്ഞെന്താണ്? ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഞാൻ ഭരിക്കാൻ, ഈ രാജ്യത്തെ ഭരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആരുടെ ഭരണമാണ്? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഞാൻ പറഞ്ഞു വരുന്നത്, ആ സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നപ്പോഴ്, മോഡിയുടെ കുതന്ത്രങ്ങൾ കടന്നു വന്നപ്പോഴ് ആലോചിച്ചു നോക്കണം. ആ സംഭവം ഇവിടെ സാമ്പത്തിക നോട്ട് അച്ചിൽ കടന്നു വന്നപ്പോൾ എത്ര ആളുകൾ, എന്റെ പ്രിയമുള്ളവർ, മുസ്ലിമീങ്ങൾ, എന്റെ മതസ്ഥരാകട്ടെ, ആരുമാകട്ടെ, എത്രയോ ആളുകൾ കുഴഞ്ഞു വീണില്ലേ, എത്രയോ ആളുകൾ മരിച്ചില്ലേ, എത്രയോ പിഞ്ചു കുട്ടികൾ വരെ എന്നെ ഒരു സുഖവുമില്ലാതെ മരണപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ സന്താനം